ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് നിളമോളൊരു ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും വിനീത് അതങ്ങ് ഏറ്റെടുത്തു. താൻ ഉണ്ടാക്കാമെന്ന് പറയാണ്. അങ്ങനെ അടുക്കളയിൽ നിന്നും ഒന്നാന്തരം ബിരിയാണിയുടെ കൊതിയൂറുന്ന മണം പുറത്തേക്ക് ഒഴുകിയെത്തി. വിനീതിന് വലിയൊരു പോരാട്ടം ജയിച്ച മട്ടിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ബിരിയാണി എന്റെ വക എന്ന് തന്നെ അവൻ രാവിലെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിലക്കും ഗംഗക്കും ചെറിയൊരു സംശയമില്ലാതിരുന്നില്ല. എങ്കിലും വിശപ്പ് അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആരും അധികം ചോദ്യം ചെയ്യാനൊന്നും പോയില്ല. എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ച് വിനീത് നേരെ പോയത് ആ ഒരു ഫോണിലെ ഗെയിമിലേക്ക് തന്നെയാണ്. ഇതൊന്ന് കഴിയട്ടെ, ഏതായാലും ബിരിയാണി ഇവിടെ വെന്തോളുമെന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും ഫോണിലെ ഗെയിം ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ ജയിക്കുമെന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്ത് കൊടുത്തിന് അവൻ ആ ഗെയിമിന്റെ ലോകത്തേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ചേക്കേറി. പുറത്ത് ഹാളിൽ നിലയും ഗംഗയും ശാരദയും രാധമ്മയൊക്കെ ഇങ്ങനെ വിശന്നിരിക്കുകയാണ്. ഈ ചെറുക്കന് ഇത് എന്ത് ഭാവിച്ചാ? വിശന്നിട്ട് മനുഷ്യന്റെ കുടല് കരയുന്നു. നില ഇടക്കിടക്ക് തന്നെ ഈ ഒരു ബിരിയാണി ചോദിക്കുന്നുണ്ടായിരുന്നു. സമയം അങ്ങനെ കടന്നുപോയി. ഗെയിമിന്റെ ഓരോ ലെവലും കിടക്കുന്ന ആവേശത്തിൽ വിനീത് അടുപ്പത്ത് ബിരിയാണിയുടെ കാര്യം പാടെ അങ്ങ് മറന്നുപോയിരിക്കുകയാണ്. പെട്ടെന്നാണ് വീടിന്റെ അകത്തേക്ക് വല്ലാത്തൊരു മണം അടിച്ചു കയറിയത്. കരിഞ്ഞ മണം. മുൻപ് വന്നുകൊണ്ടിരിക്കുന്ന ആ സുഗന്ധം പെട്ടെന്ന് മാറി കരിഞ്ഞു പുകയുന്ന ആ ഒരു ഗന്ധം വന്നു തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും പരസ്പരം നോക്കി. വിനീതേട്ടാ, എന്താ ഈ ഒരു മണം? എന്തെങ്കിലും കരിഞ്ഞോ? നില വന്ന് ചോദിച്ചു. അപ്പോഴാണ് വിനീതിന് ബോധം വന്നത്. അവൻ ഫോണ് വലിച്ചെറിഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രം തുറന്നു നോക്കിയപ്പോൾ കരിഞ്ഞ് പുകഞ്ഞ് അവന്റെ മുഖത്തേക്ക് ആ ഒരു പുക അങ്ങ് അടിച്ചു. ബിരിയാണി മൊത്തം അങ്ങ് കരിഞ്ഞ് അടിയിൽ പിടിച്ചിട്ട് വല്ലാത്തൊരു പരുവമായിരിക്കുന്നു. അവൻ ആകെ നാണം കെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങ് പകച്ചുപോയി. അയ്യേ, ഇതിങ്ങനെ അടിയിൽ പിടിച്ചു. വിനീത് തലയിലങ്ങ് കൈവച്ചു. എന്താ വിനീതേട്ടാ ഇത്? ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്നത് കൊണ്ടല്ലേ ഏറ്റെടുത്തത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. നില സങ്കടത്തോടെ പറഞ്ഞു. അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നേനെ. ഇതിപ്പോൾ ഗംഗക്ക് അങ്ങ് ദേഷ്യം വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പോയത് പോയി. ശാരദാമ്മ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. രാഘവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ ചിക്കൻ കറിയും ചോറും വെക്കാമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം എല്ലാവർക്കും സമാധാനമായിട്ട് കഴിക്കായിരുന്നു. ഇതിപ്പോൾ ആകെ കൊളായല്ലോ. വിനീതിന് വല്ലാത്ത നാണക്കേട് തോന്നി. അവൻ തലകുനിച്ച് നിന്നു. ഈ ബഹളങ്ങൾക്കിടയിലേക്കാണ് മറ്റൊരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അതിൽ നിന്നും കാവേരി ഇറങ്ങി വന്നു. അവളുടെ വരവ് കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഗംഗക്ക് മനസ്സിലായി. മുഖമല്ലാതെ ചുവന്ന് കണ്ണുകളിൽ ഇങ്ങനെ ദേഷ്യം ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സിലൊക്കെ ചളി തെറിച്ചിട്ടുണ്ട്. അവൾ ധൃതിയിൽ ഉമ്മറത്തേക്ക് കയറി വന്നു. ഇതെന്താണ് നിന്റെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയോ? ഗംഗ ചോദിച്ചു. കടന്നില്ലല്ല ഗംഗേച്ചി, ആ ജയപാലിന്റെ മോള് രാഗിണി, അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. കാവേരി ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. എന്ത്? രാഗിണിയോ? അവളെങ്ങനെ നീ കണ്ടു? ഗംഗയ്ക്ക് അത്ഭുതമായി. ഒന്നും പറയണ്ട ഗംഗേച്ചി, റോഡരികിൽ ഞാൻ വരുമ്പോഴാ അവളുടെ കാറ് വരുന്നത്. എൻ്റെ ദേഹത്തേക്ക് മുഴുവൻ അങ്ങ് ചളി തെറിപ്പിച്ചു. അവളുടെ ആ കാറിൻ്റെ ആ അഹങ്കാരത്തിൽ അവൾ അവിടെ നിന്നും പോയതാ. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാവേരിയും വാങ്ങും അതുപോലൊരു കാറ്. അന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും കാവേരി ആരാണെന്ന്. കാവേരിയുടെ വാക്കുകളിൽ വാശി നിറഞ്ഞു നിന്നു. എന്തിനാ കാവേരി നീ വെറുതെ അവളുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നത്? ഗംഗ സമാധാനിപ്പിക്കാൻ നോക്കി. ദേ ഗംഗേച്ചി, അവളല്ലേ പ്രശ്നമുണ്ടാക്കിയത്. എന്നിട്ടിപ്പോൾ എന്നെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? കാവേരിക്ക് സങ്കടം വന്നു. അല്ല മോളെ, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. എന്താണെങ്കിലും അവൾക്കൊരു പണി കൊടുത്തിട്ട് ഞാൻ അടങ്ങുള്ളൂ. കാവേരി തീർത്തും പറഞ്ഞു. അപ്പോഴാണ് നില കരിഞ്ഞ ബിരിയാണിയുടെ കാര്യം പറയുന്നത്. വീടിനുള്ളിലെ ആകെ മ്ലാനമായ അവസ്ഥ കാവേരിക്ക് മനസ്സിലായി. നിലയുടെ സങ്കടം കണ്ടപ്പോൾ കാവേരിയുടെ ദേഷ്യം കുറച്ചൊന്ന് അലിഞ്ഞു. ബിരിയാണിയുടെ കാര്യമല്ലേ, നിലക്ക് ബിരിയാണി കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി അപ്പം തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം ജയപാലിന്റെ തറവാട്ടിൽ വലിയൊരു സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ രാഗിണി കയറി വന്നത് അവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. വലിയൊരു ബാഗും പിടിച്ച് ഉമ്മറത്തേക്ക് കയറി വന്ന അവളെ കണ്ടപ്പോൾ ജയപാലിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ഓടി വന്ന് മകളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഹാ, എൻ്റെ മോള് വന്നോ? വാത്സല്യത്തോടെ ജയപാലിനെ അവളെ ചേർത്ത് പിടിച്ചു. ശബ്ദം കേട്ട് അകത്തുനിന്ന് പ്രവീണയും മറ്റുള്ളവരെല്ലാം തന്നെ ഓടി വന്നു. ആരതി ഒഴിഞ്ഞാണ് രാഗിണി അവരെ സ്വീകരിച്ചത്. ഇതെന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വന്നത്? ജയപാലൻ ചോദിച്ചു. അതെന്താ അച്ഛാ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വരണമെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണമെന്നുണ്ടോ? രാഗിണി അല്പം അഹങ്കാരത്തോടെ ചിരിച്ചു. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ജയപാലൻ വാത്സല്യത്തോടെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഇവിടെ തന്നെ കാണും. രാഗിണി സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവീണ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ വൈകിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇവളുടെ കല്യാണം നടത്തണം. ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കല്യാണം നടത്തണം. അതൊക്കെ നടത്തേണ്ട സമയത്ത് തന്നെ നടത്താം. രാഗിണി മുഖം വെട്ടിച്ചു. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരുത്തിയെ കണ്ടു, ആ കാവേരിയെ. കാവേരിയുടെ പേര് കേട്ടപ്പോൾ ജയപാലിന്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവളുമായിട്ട് പോരുന്ന വഴിക്ക് റോഡിൽ വെച്ചൊരു അടിയുണ്ടായി.
എൻ്റെ വണ്ടിയിൽ നിന്ന് കുറച്ച് ചെളി അവളുടെ ദേഹത്ത് തെറിച്ചു. അതിന് അവൾ വായിൽ വന്നതൊക്കെ എന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞു. വലിയ അഹങ്കാരം അവൾക്ക്. രാഗിണി ദേഷ്യത്തോടെ പറഞ്ഞു. ജയപാലിന്റെ മുഖമങ്ങ് വലിഞ്ഞു മുറുകി. പണ്ടേ കാവേരിയുടെ ആൾക്ക് കടുത്ത ശത്രുതയുണ്ട്. അവൾ കുറച്ചു നാളായി കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. അവൾക്കുള്ള പളി ഞാൻ കൊടുക്കാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. അവളുടെ അച്ഛൻ മരിച്ചുപോയിട്ടും അവളുടെ അഹങ്കാരത്തിൻ്റെ ഒരു കുറവുമില്ലല്ലോ. അവൾ നമുക്ക് എപ്പോഴും ഒരു തടസ്സ. ഇതങ്ങനെ വിടാനൊന്നും പറ്റില്ല. അതെ അച്ഛ, അവൾക്ക് കിട്ടേണ്ട അടി കൊടുത്തേ മതിയാവൂ. അവളുടെ അഹങ്കാരം ചെല്ലറയൊന്നുമല്ല എന്ന് പറഞ്ഞ് രാഗിണി ദേഷ്യത്തോടു കൂടെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം സത്യനാഥിൻ്റെ വീട് കാണിക്കുന്നത്. രാജേശ്വരിക്ക് തൻ്റെതായ ചില കണക്കൂട്ടലുകളുണ്ട്. പ്രത്യേകിച്ചും ഏകമകൻ ദിവിൻ്റെ ഭാവിയെക്കുറിച്ച്. അവനെ കൊണ്ട് താൻ പറയുന്നതേ ചെയ്യിക്കൂ എന്നൊരു വാശി അവർക്കുണ്ടായിരുന്നു. സത്യനാഥൻ നിവിനെ വിളിച്ചുകൊണ്ട് നിർത്തി സംസാരിക്കാണ്. എടാ മോനെ, നിന്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിവിന് മുൻപേ തന്നെ മനസ്സിലായി. രാജേശ്വരി അങ്ങോട്ടേക്ക് വന്നു. അവരുടെ മുഖത്ത് വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. എന്താച്ചാ, എന്താ കാര്യം? നിവിൻ ചോദിച്ചു. നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് രാജേശ്വരിയാണ് മറുപടി പറഞ്ഞത്. ജയബാലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാഗിണി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന അദ്ദേഹം പറയുന്നത്. നിവിൻ അത് കേട്ടപ്പോൾ തലക്കടിയേറ്റതുപോലെ തോന്നി. കല്യാണോ? എനിക്കോ? എൻ്റെ അച്ഛ, ഞാൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജേശ്വരി ഇടപെട്ടു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അവളുമായിട്ട് എൻ്റെ കല്യാണോ? എനിക്ക് അവളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം അമ്മക്കറിയാവുന്നതല്ലേ. പിന്നെ അമ്മ എന്ത് വർത്താനായി പറയുന്നത്? നിവിൻ ദേഷ്യം അടക്കാൻ പാടുപെട്ടു. രാജേശ്വരിയുടെ സ്വരം കടുത്തു. ദേ, എൻ്റെ കയ്യിൽ നിന്ന് നീ വല്ലതും വാങ്ങിച്ചു കൂട്ടും. ഒരു കാര്യം ഞാൻ തീർത്തങ്ങ് പറഞ്ഞേക്കാം. ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നിന്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിനാ. അമ്മേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇഷ്ടമില്ലാത്തൊരാളോടൊപ്പം എങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ ഞാൻ? എനിക്ക് അവളെ കണ്ണുകൊണ്ട് കാണാൻ പോലും ഇഷ്ടമല്ല. നിവിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. സത്യനാഥൻ രാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ മകനോടായി പറഞ്ഞു. എടാ, നിന്റെ അമ്മ പറയുന്നതിലേ നീ അങ്ങ് സമ്മതിക്ക്. ഇനിയിപ്പോൾ എന്നെ വെറുതെ വഴക്ക് കേൾപ്പിക്കരുത്. അച്ഛാ, എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ എന്തായാലും എനിക്കത് വേണ്ട, നിവിൻ ഉറപ്പിച്ചു പറഞ്ഞു. രാജേശ്വരിക്ക് ദേഷ്യം സഹിച്ചില്ല. അവർ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു. എടാ, നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. ആ അഴിഞ്ഞാട്ടക്കാരി പെണ്ണിൻ്റെ കൂടെ നടക്കാനല്ലേ നിനക്ക്? നീ അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ കയ്യും പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണെങ്കിൽ അത് ഞാൻ ഈ ജന്മത്തിൽ സമ്മതിക്കില്ല. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. സത്യനാഥന് കാര്യം മനസ്സിലായില്ല. അതാരാടാ ആള്? അതോ ആ അരവിന്ദൻ മോളിലെ കാവേരിയെക്കുറിച്ചാ അമ്മ പറയുന്നത്. നിവിൻ വേദനയോടെ പറഞ്ഞു. പിന്നെ അവൻ രാജേശ്വരിക്ക് നേരെ തിരിഞ്ഞു. അമ്മേ, അവൾ നല്ല കൊച്ചാ. അമ്മ ഈ പറയുന്നത് പോലെയൊന്നുമല്ല. അമ്മ ചുമ്മാ അവളെക്കുറിച്ച് ഓരോന്നും പറഞ്ഞ് അധിക്ഷേപിക്കരുത്. പിന്നെ നല്ല കൊച്ച്. എന്നെക്കൊണ്ട് നീയൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. രാജേശ്വരി കാവേരിയെക്കുറിച്ച് അസഭ്യം പറയാൻ തുടങ്ങി. നിവിൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാവേരിയെക്കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി കേൾക്കുന്നത് അവന് വേദനയാണ്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയോട് തർക്കിക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. എടി, ഇത് വേണോ? അവൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിന്? സത്യനാഥൻ പതുക്കെ ചോദിച്ചു. ദേ ഏട്ടാ, ഏട്ടൻ ഇതിനകത്ത് ഇടപെടാനൊന്നും വരണ്ട. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് രാജേശ്വരി ദേഷ്യത്തിലകത്തേക്ക് പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയ നിവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി. കാവേരി അവളോട് തനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് ആർക്കും മനസ്സിലാകില്ല. ആ ഇഷ്ടം കാവേരിക്ക് പോലും പൂർണ്ണമായി അറിയാമോ എന്ന് പോലും അവൻ സംശയമാണ്. കുറേ നാളായി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അവൻ വിചാരിക്കുന്നു. പക്ഷേ താൻ കൊടുത്താൽ അവൾ ഇത് വാങ്ങുമോ? അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ? അങ്ങനെ ചില ചിന്തകളൊക്കെ അവനെ അലട്ടി. അവൻ നേരെ പോയത് നഗരത്തിലെ വലിയൊരു വസ്ത്രക്കടയിലേക്കാണ്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെന്ന് ഒരുപാട് നേരം തിരിഞ്ഞ് അവനൊരു സാരി എടുത്തു. നല്ലൊരു അടിപൊളി സാരിയായിരുന്നു. കാവേരിയുടെ നിറത്തിനും അവളുടെ പ്രകൃതത്തിനൊക്കെ ഏറ്റവും അനുയോജ്യമായ നിറം. അത് കയ്യിൽ പിടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഇത് അവൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അവൻ മനസ്സിൽ കണ്ടു. പക്ഷേ അതിങ്ങനെ അവൾക്ക് കൊടുക്കും? നേരിട്ട് ചെന്ന് കൊടുക്കാൻ അവൻ അതിനുള്ള ധൈര്യമില്ല. അപ്പോഴാണ് അവനൊരു ബുദ്ധി തോന്നിയത്. കാവേരിയുടെ അനിയത്തി യമുന ഇന്ന് കോളേജിൽ പോയിട്ടുണ്ടാവും. അവളുടെ കയ്യിൽ കൈയോടെ ഇത് കൊടുക്കാം. അവൾ വഴി കാവേരിക്ക് ഇത് കിട്ടുമല്ലോ. അങ്ങനെ നിവിൻ വണ്ടിയെടുത്ത് യമുനയുടെ കോളേജിൻ്റെ മുന്നിലേക്ക് പോയി. അവിടെ ആ ഒരു മരത്തണലിൽ അവൾ കാത്തു നിൽക്കുമായിരുന്നു. ഈ സമയം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തന്നെ വല്ലാതെ അങ്ങനെ അവന് സമയം പോവാത്തതുപോലെ തോന്നി. ഒടുവിൽ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ യമുനയും അവളുടെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഗേറ്റിൻ്റെ അകത്തേക്ക് വരുന്നത് അവൻ കണ്ടു. യമുനയുടെ കൂട്ടുകാരി പെട്ടെന്ന് നിവിനെ ശ്രദ്ധിച്ചു. അവൾ യമുനയുടെ കൈപിടിച്ച് പതുക്കെ പറഞ്ഞു. എടി, ദേ നോക്കിക്കേ, ആ നിവിൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നിവിനേട്ടനാണല്ലോ അത്. അതെന്തിനാ? യമുനയ്ക്ക് അത്ഭുതമായി. എന്താണെന്ന് നിനക്കറിയത്തില്ലേ? പൂമ്പാറ്റ് എവിടെയാ വരാമെന്ന് നിനക്കറിയത്തില്ലേടി? പൂവുള്ളിടത്തല്ലേ പൂമ്പാറ്റ് വരാറുള്ളൂ. കൂട്ടുകാരി അവളെ കളിയാക്കി. നീ എന്താ ഈ പൂവും പൂമ്പാറ്റയൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. യമുന മുഖം ചുളിച്ചു. ഒന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കല്ലേടി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി യമുനയെ വലിച്ചങ്ങനെ നിവിൻ്റെ അടുത്തേക്ക് അങ്ങ് നടന്നു.
നിവിൻ്റെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവനൊരു ചിരിയോടെ അവൾ നോക്കി. സുഖമാണോ? നിവിൻ ചോദിച്ചു. അതെന്താ നിവിനേട്ടാ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? യമുന തിരിച്ചു ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചതാ. അവൻ വല്ലാതെ പരിങ്ങി. ഇവിടെ ഞാൻ യമുനയെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്തിന്? യമുനയുടെ കണ്ണുകൾ വിടർന്നു. നിവിൻ പതുക്കെ തൻ്റെ കയ്യിലുള്ള ആ ഒരു കവർ നേരെ യമുനയ്ക്ക് നേരെ നീട്ടി. ഇതെന്താ? അല്ല, ഇതൊരു ഗിഫ്റ്റാ, നിവിൻ പറഞ്ഞു. ഗിഫ്റ്റോ? യമുന അത്ഭുതത്തോടു കൂടെ തന്നെ കൂട്ടുകാരിയെ നോക്കി. കൂട്ടുകാരി ഗിഫ്റ്റൊക്കെ കൊടുക്കാറായോ എന്ന അർത്ഥത്തിൽ അവനെ ഒന്ന് നോക്കണേ. അല്ല, ഇതെന്തിനാ എനിക്ക് തരുന്നത് എന്ന് യമുന ചോദിച്ചു. അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. ഇത് നീ കാവേരിക്ക് കൊടുക്കണം, നിവിൻ പറഞ്ഞു. എന്ത്? കാവേരി ചേച്ചിക്കോ? അതെ, ഇത് ഞാൻ കാവേരിക്ക് വേണ്ടി വാങ്ങിച്ചതാ. അവൻ അത് യമുനയുടെ കയ്യിൽ ഏൽപ്പിച്ചു. യമുന നിവിനെ തന്നെ നോക്കി നിൽക്കാണ്. നിവിനേട്ടന് ചേച്ചിയോടുള്ള ഇഷ്ടം എത്രത്തോളമാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇനി കാവേരി ഇത് വാങ്ങുമോ? വീട്ടിലിനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? ഇതൊന്നും നിവിനോ യാമിനിക്കോ ഒന്നും തന്നെ ഇപ്പോഴറിയില്ല.